ഇത് ഒരു നിങ്ങളുടെ കയ്യിൽ ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. സോളിഡ്. ആദ്യം സ്ക്വയർ പിരമിഡ്, മലയാളത്തിൽ സമചതുര സ്തൂപിക. അതിന്റെ മെഷേഴ്സ്, അളവുകൾ: എ ബേസ് എഡ്ജ് പാദവക്ക്, ഇ ലാറ്ററൽ എഡ്ജ് പാർശ്വവക്ക്, എച്ച് ഹൈറ്റ് ഉയരം, എൽ സ്ലാൻഡൈറ്റ് ചെരിവുയരം. രണ്ടാമത്തെ സോളിഡ് കോൺ അഥവാ വൃത്തസ്തൂപിക. അവിടുത്തെ മെഷേഴ്സ് ആർ ബേസ് റേഡിയസ് അല്ലെങ്കിൽ പാദാരം, എച്ച് ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം, എൽ സ്ലാൻഡൈറ്റ് അല്ലെങ്കിൽ ചെരിവുയരം. സ്പിയർ മൂന്നാമത്തെ സോളിഡ് ഗോളം. അതിലാകെ ഓർക്കാനുള്ളത് ആർ മാത്രമാണ്, റേഡിയസ് അഥവാ ആരം. നാലാമത്തെ നമ്മുടെ ഹെമിസ്ഫിയർ അർദ്ധഗോളം. അതിലും നമുക്ക് റേഡിയസ് മാത്രമാണ് മെഷർ ആയിട്ടുള്ളൂ, റേഡിയസ് അല്ലെങ്കിൽ ആരം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ മെഷേഴ്സ് തമ്മിലുള്ള റിലേഷനാണ്. സ്ക്വയർ പിരമിഡിൽ നമുക്ക് രണ്ട് റിലേഷനേ ഉള്ളൂ, ഇ എൽ എ എൽ എച്ച്. ഇ എൽ എ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടേമിന്റെ ആദ്യത്തെ ലെറ്ററിന്റെ സ്ക്വയർ കണ്ടിട്ട് ഈക്വൽ ടു ഇടണം. ആ രീതിയിൽ ഈ കോഡ് ഓർത്ത് വയ്ക്കുക. ഇ എൽ എ എൽ എച്ച്. ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. നമുക്ക് കോണിനകത്ത് ഒരേ ഒരു റിലേഷനേ ഉള്ളൂ, എൽ എച്ച് ആർ. ഇവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഇത് എൽ എച്ച്, ഇത് എൽ എച്ച് ആർ. ഓക്കെ, ആ റിലേഷൻ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അതുപോലെ തന്നെ സെക്ടർ ഫോൾഡ് ചെയ്ത് കോൺ ഉണ്ടാക്കുമ്പോൾ ഉള്ള റിലേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. സെക്ടറിന്റെ റേഡിയസ് കോണിന്റെ സ്ലാൻഡൈറ്റ് ആയിരിക്കും, ആർ ഇസ് ഈക്വൽ ടു എൽ. അതേപോലെ എക്സ് ബൈ 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ ആണ്. എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ആണ്, അതും ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് സ്ഫിയറിന്റെ കേസിലും ഹെമിസ്ഫിയറിന്റെ കേസിലും റിലേഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി ബേസ് ഏരിയ. സ്ക്വയർ പിരമിഡിന്റെ ബേസ് ഏരിയ എ സ്ക്വയർ, കോണിന്റെ ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ. സ്ഫിയറിന്റെ ബേസ് ഏരിയ ഇല്ല, ഹെമിസ്ഫിയറിന്റെ ബേസ് ഏരിയയും പൈ ആർ സ്ക്വയർ. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ ഓർ കർവ്ഡ് സർഫസ് ഏരിയ, പാർശ്വതല പരപ്പളവ് അഥവാ വക്രതല പരപ്പളവ്. സ്ക്വയർ പിരമിഡിന് മാത്രമാണ് നമ്മൾ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നത്. മറ്റ് മൂന്നിനും നമ്മൾ പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ 2AL, കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ പൈ ആർ എൽ. സ്ഫിയറിന് കർവ്ഡ് സർഫസ് ഏരിയ ഇല്ല. ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ 2πr സ്ക്വയർ. ടോട്ടൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ ഈ രണ്ട് കോളവും കൂട്ടുകയാണ് ചെയ്യേണ്ടത്. എ സ്ക്വയർ പ്ലസ് 2AL ഇൻ ദ കേസ് ഓഫ് സ്ക്വയർ പിരമിഡ്, പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ ഇൻ ദ കേസ് ഓഫ് കോൺ. നമുക്ക് സ്ഫിയറിന് ടോട്ടൽ സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ, അത് 4πr സ്ക്വയർ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ പൈ ആർ സ്ക്വയർ പ്ലസ് 2πr സ്ക്വയർ 3πr സ്ക്വയർ. ഇനി വോളിയം. സ്ക്വയർ പിരമിഡ് 1/3 A സ്ക്വയർ H, കോൺ 1/3 πr സ്ക്വയർ H, സ്ഫിയർ 4/3 πr ക്യൂബ്, ഹെമിസ്ഫിയർ 2/3 πr ക്യൂബ്.